ഹലോ ഗായ്സ്, വാട്സ്ആപ്പ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നെന്ന് പ്രതീക്ഷിക്കുന്നു ഗായ്സ്. അപ്പോൾ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വീക്കെൻഡാണ്. എല്ലാ വീക്കെൻഡിലും നമ്മളിങ്ങനെ കുറേ പരിപാടികൾ കൊണ്ടുവരണേണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്തോട്ടൊന്നും പോകില്ല. അപ്പോൾ ഒരു പുറത്തെ വീഡിയോകളൊന്നും ഇടാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ മുന്നേ ഞാൻ ലാസ്റ്റ് ആഴ്ച പോയിട്ട് കിൻഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നു ഗൈസ്. ഇന്ന് കുറച്ച് നമുക്ക് കിൻഫിഷ് ഫ്രൈ ചെയ്യണ പരിപാടിയായിട്ട് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, മീൻ ഫ്രൈ ചെയ്യണ, ഒരു വേറെ സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ പിന്നെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതാണ് ഞാൻ വന്നത് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ രാവിലെ പണിക്കും തിരിച്ചു വരും, കിടന്നുറങ്ങും, ഫുഡ് കഴിക്കും. ഇത് എന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ട് പോകണേ. അപ്പോൾ എന്നും നിങ്ങൾ അത് കണ്ട് നിങ്ങൾക്കൊരു ബോറ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിയും കൊണ്ട് പറഞ്ഞത് ഗൈസ്. കിൻഫിഷ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം, അത് ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ അതാവട്ടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണും കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വേറെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാൻ പോകാം. ലെറ്റ്സ് ഗോ. ഞാൻ കിച്ചണിൽ വന്ന് നമുക്ക് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് കിൻഫിഷ്. രാവിലെ പോയി വാങ്ങിച്ചു ഗൈസ്. രാവിലെ ഇതൊക്കെ ഇരുന്ന് പരിപാടി എൻ്റെ. അപ്പോൾ ഒരു കിൻഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് കിൻഫിഷ് വാങ്ങിച്ചേണ്ട. അപ്പോൾ ഇത് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം ഗൈസ്. അതേപോലെ തന്നെ നമുക്ക് ഞാൻ പിന്നെ ഒരു ബട്ടറും വാങ്ങിച്ചിട്ടുണ്ട് ഓയിൽ വാരായിട്ട് ഗൈസ്. ഇതാണ് ഇപ്പോൾ കിൻഫിഷ് നമ്മുടെ കാണിച്ചു തരാം. ഓ മൈ ഗാഡ്, നല്ല സോഫ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. ഇത് നമുക്ക് ഒന്ന് കഴുകി റെഡിയാക്കിയിട്ട് വരാം. ഗൈസ് 43 dirhams ആയി. 43 dirhams കണ്ടോ. महंगा वाला क्या एक कचरा भी नहीं है, एक कचरा भी नहीं, इतना नहीं है. അങ്ങനെ നമ്മളിത് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളത് ഇനി മസാല നമുക്ക് റെഡിയാക്കണം. ശങ്കരൻ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്കത് എന്താണെന്ന് വെച്ചാൽ ഇതിനുള്ള പൊടികൾ സെറ്റാക്കിയിടാം. നമുക്കിനി പൊടികളൊക്കെ ഇടാം. ഇവിടെ നമ്മൾ ഇന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി കൂടി പോയി, ഇത്രയും വേണ്ട, വെളുത്തുള്ളി. ഓക്കെ, നമ്മൾ കുറച്ച് മുളക് പൊടി ആദ്യം ഇടാം ഗൈസ്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, മഞ്ഞപ്പൊടി ഇടാം, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് जीरा पाउडर डाला इसमें? नहीं, थोड़ा जीरा डालेगा? नहीं. ഗൈസ്, അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ച പേസ്റ്റും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്ത് മിക്സ് ചെയ്യാൻ നല്ലവണ്ണം. അപ്പോൾ ഗൈസ്, നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അങ്ങോട്ട് ഇതിലോട്ട് തേച്ച് സെറ്റാക്കി വെക്കാം.
ഭയങ്കര സോഫ്റ്റാണ് ഗൈസ്. इधर चाय ले रहे हैं? इसमें भी चक्कर डाला? नहीं नहीं. इतना ज़्यादा डाला वो ഗായ്സ് അങ്ങനെ നമ്മുടെ മീൻ നമ്മൾ മസാല ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് മസാല ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഗായ്സ്. അതാണ് ഇനി കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ച് ഇതിനകത്ത് വയ്ക്കാം. സ്ഥലം ഉണ്ടാകുന്നത് സ്ഥലമില്ലാത്ത അപ്പോൾ ഇതിനകത്ത് മീൻ കയറ്റിയ വയ്ക്കുക. ഇവിടെ സെറ്റാക്കി വയ്ക്കുക. ഫ്രീസറിനകത്ത് കയറ്റിയ സെറ്റ്. അപ്പോൾ ഇനി കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ എടുക്കുക, ഫ്രൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം ഗൈസ്. ഹായ് പറ സുമൻ. ഹായ്, ഹൗ ആർ യു? അപ്പോൾ ഗൈസ് നമുക്കതൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതെടുത്ത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇനിയിപ്പം മീൻ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഫ്രിഡ്ജിൽ വെച്ച മീൻ എടുക്കുക. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, നേരെ നമുക്ക് മീനങ്ങോട്ട് ബട്ടറിലോട്ട് ഇടാം. അങ്ങനെ ഗൈസ് നമ്മൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ബട്ടർ പൊട്ടിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് മീൻ ബട്ടറിൽ ഉണ്ടാക്കുന്നത്. നമുക്കത് ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം. എന്നാണ്ട് ആ ഫ്ലെയിമിൽ കുറച്ചൊരു എങ്ങനെ ഉണ്ടാവുമോ ബട്ടറിൽ ഉണ്ടാക്കുന്നത്. നമുക്കിത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഇങ്ങനെ ഒന്ന് ബട്ടർ ഇതിലോട്ട് മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല കിട്ടില്ല മണം വരുന്നുണ്ട്. കിട്ടില്ല മണം. കുറേ നേരം കിടക്കുമ്പോൾ കണ്ട ഇതിൻ്റെ വൈറ്റ് കളർ കണ്ട ഫുള്ള് നെയ്യൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങണ്ട. കണ്ട നെയ്യൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങും. പ്രത്യേക ഒരു സ്മെല്ലാണ്. ഭയങ്കര ഒരു വല്ലാത്ത നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ആ ഒരു ഇങ്ങനെ നെയ്യൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങി സെറ്റായി വരും. ഗായ്സ് അങ്ങനെ നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗായ്സ് ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇവിടെ വെച്ച് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് ലെമൺ എടുത്തിട്ട് അതിൽ നിന്ന് മുകളിലേറ്റ് ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക. കുറച്ച് പിഴിഞ്ഞ് വെച്ചിട്ട് ഒരു പീസ് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് സബോള വയ്ക്കുക. എടുത്തിട്ട് ഓക്കെ സൂപ്പർ സാധനം. സൂപ്പർ സാധനം എന്ന് വെച്ചാൽ സൂപ്പർ സാധനം. നാവ് ബൈക്കത്തോടെ ചെയ്യണം. അം ചെയ്യാം. കുറച്ച് നമുക്ക് നാവ് ബൈക്ക് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്
സൂപ്പറാണ്, അടിപൊളി. ഓക്കെ, ഉണ്ടോ ഫുള്ള് ജ്യൂസിയാ, ജ്യൂസി. ഞാനിങ്ങനെ കഴിച്ച് ഇതിൻ്റെ മുള്ളുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം, നമ്മൾ നോർമലി ഫിഷിലുള്ളത് കണക്കല്ല, ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഭയങ്കര രസമാണ് കഴിക്കാൻ. മുള്ള് നല്ല ടേസ്റ്റാണ്. മുള്ള് അത് എന്തോ ഭയങ്കര ടേസ്റ്റാണ്. അതും ഇങ്ങനെ ഭയങ്കര കട്ടിയല്ല, അത് ഭയങ്കര സോഫ്റ്റാണ്. അതിൻ്റെ മുള്ള് തന്നെ സ്കിന്ന് കണക്ക് തന്നെ. അതിൻ്റെ സ്കിന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓക്കെ. നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാവ് കണക്ക് മെൽട്ടായി പോണ സെറ്റപ്പാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്ന് നല്ല വയറ് വെത്ത്, ഇനിയിപ്പോൾ പോയി കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക.